ഏയ് മാഡം, അർജന്റായിട്ട് എവിടെ പോകുന്നു? പൊന്നുമോളി കുതിരപ്പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്നേ. മാമന്മാരെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? തമ്പ്രാട്ടി ഇറങ്ങി വാ, അപ്പൊ പറയാം. നീ എന്തിനാണെന്ന് ഞങ്ങളെ കളിപ്പിച്ചെന്നറിയണം. മര്യാദയെങ്കിൽ മര്യാദ. അന്നത്തെ ആ സംഭവത്തിന് നീ ഇപ്പൊ സമാധാനം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. പറഞ്ഞോട്. വി ടെൻഡർ സർസൻ ഗോ യു ലിഫ്റ്റ് ഹോട്ടൽ. രാഘവട്ടാ പറഞ്ഞു കൊടുക്കാം. When we were traveling in a Maruti car in a pleasant climate, I noticed a notorious girl who was standing in front of us, came to the center of the road, asked us a lift to follow me, but അയ്യോ പൊളിഞ്ഞേ. അടച്ചവനെ, യുവന്മാരിങ്ങനെ അടികൊണ്ട് ചാകണത് കാണാൻ എനിക്ക് വിധി വെക്കാതെ ഈ 5 മേലോട്ട് പിടിക്കണേ റഹ്മാനെ. ഓ ഇത് കണ്ടോ മോനെ, ഇതാണ് അടി. കിട്ടുവാണെങ്കിൽ ഇതേ സൈസ് അടി കിട്ടണം. ഈ പാട് കണ്ട, ഇതുകൊണ്ടാണ് ഇനി കഷ്ടപ്പാടും. എന്റെ മോനെ, പെൺകുട്ടികൾ പഴയ പോലെയൊന്നും അല്ല. ഒന്ന് നോക്കിയാ രണ്ടാം നോക്കി അടിയാണ്. അല്ലാ, ഇതുങ്ങളെ നടപ്പ് കണ്ട പേടിയാവും മോനെ. നമ്മള് കൈ നെറ്റിക്ക് വെച്ചു. അതല്ലേ ഇതുങ്ങൾ ഓടിക്കുന്ന കൂട്ടറിന്റെ പേര്, കൈ നെറ്റിക്ക് കൊണ്ട. The 92 model Maruti, yes, Maruti in good condition. All the 4 gears in What color? Reddish green, and it drives very smoothly. And even if you take all this, drives in such a manner. Good evening, madam, and thanks for everything. ആദ്യം ട്രീറ്റ് തന്നതിന്, പിന്നെ നാട്ടുകാരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചതിന്. നിങ്ങളാരാ? മനസ്സിലായില്ല. കൂടുതൽ അഭിനയൊന്നും വേണ്ട. തന്നെപ്പോലെ ഞാനും ഒരുപാട് പേര്, കൂടുതലും പെൺകുട്ടികളെ പറ്റിച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ടുള്ളതാ. അതിന് ഞാനെന്ത് വേണം? ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നെ പറ്റിക്കുന്നത്, അതും ഇത്രയും ബുദ്ധിപരമായിട്ട്. തനിക്കറിയോ, തന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ ദേഹത്തിൽ നിന്ന് കിഴി ഒഴിഞ്ഞ നേരമില്ല. കൂടുതൽ ചിരിക്കണ്ട. പല പെൺകുട്ടികളോടും കാണാതെ പഠിച്ചു പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ കുട്ടിയാണ് താൻ എന്ന്. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഞാൻ ഉള്ളിൽ തട്ടി പറയുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന, എന്റെ സങ്കല്പത്തിലുള്ള ഒരു. ഓക്കെ ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വഴിക്ക് വരൂ. അപ്പൊ ആദ്യം എന്തിനാ എന്നെ അറിയില്ലെന്ന് അഭിനയിച്ചത്? അതോ പറയാം. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അതിനു മുമ്പ് ശങ്കർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? പിന്നെന്താ, പറയൂ. ദാ ഈ നമ്പറിൽ വിളിച്ച് നാൻസി ഇന്ന് ലീവാന്ന് പറയോ? ഇവിടെയാണോ നാൻസി വർക്ക് ചെയ്യുന്നത്? അതെ. എന്തേ, ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ? നാൻസിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ശങ്കറാന്ന് പറഞ്ഞാ മതി. വിളിച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെ. 230450. ഹലോ, DSP. സംഭവിച്ചതെല്ലാം നല്ലത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലത്. യെസ്, പറയൂ. ഈ ബില്ല് സാറിന്റെ കയ്യിൽ തന്നാ മതി പറഞ്ഞിട്ടാ മാഡം പോയത്. ഓക്കെ. എത്രയായി? 1450 രൂപ. ഒരു ഐസ്ക്രീമിന് 1480 രൂപയോ? അല്ല സാർ, കുറച്ച് ഫുഡ് ഐസ്ക്രീം മാഡം പാർസൽ കൊണ്ടുപോയി. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഇത്രയും നാൾ നീ പല കാറുകളിൽ പല പെൺകുട്ടികളോട് നടന്നില്ലേ? അതിനുള്ള പ്രതികാരമായി ആരോ നിനക്ക് അതേ നാണയത്തിൽ മറുപടി തന്നതാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പലതും മറച്ചു വെച്ചാണ് അവൾ സംസാരിക്കുന്നത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ അവളായിരുന്നു എന്റെ ഭാര്യ. എന്റെ പെറമുടാതി ചന്ദന ഗുളിക 2 കൊടുത്താലേ
അവള് തത്തമാണോ പറയും. അത് മനസ്സിലാക്കാൻ തത്ര ഭാഷ അറിയുന്ന ആളെ കൊണ്ടുവരേണ്ടി വരും. എന്നാ നമുക്ക് താത്തയെ വിളിക്കാം. ഓ, എങ്ങനെയെങ്കിലും നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂ. നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? പ്രതികാരം ചെയ്യാൻ, അല്ലാണ്ടെന്തിനാ? എന്നെ ആദ്യമായിട്ട് തോപ്പിക്കുന്ന പെണ്ണാണേ. പിന്നെ ഈ ഹോസ്റ്റലിലെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവം. രണ്ടുപേര് കടന്നു വരിക, പെൺകുട്ടികളെ ആക്രമിക്കുക. ഇവരുടെ ഗാർഡിയൻസ് അറിഞ്ഞാൽ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അവരെ ഒരു മുഖപരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മേലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാതിരിക്കാനാ നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലാത്ത ആര് വന്നാലും സന്ദർശിക്കാൻ അനുവദിക്കണ്ട. വേണ്ട രീതി പെരുമാറി വിട്ടാൽ മതി. ഓക്കെ മാഡം. അറിയിച്ചു. എന്താ? ഇവിടെ നാൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അതിനെ കാണാൻ വന്നത്. അതെ. കുട്ടിയുടെ ആരാ? കസിനാ, പേര് ശങ്കർ. ശങ്കർ കുര്യാക്കോ. ഇരിക്കട്ടോ, ഓ. ഞാൻ ആളെ വിളിക്കാം. കുടിക്കാൻ തണുത്തത് വല്ലതും? ഒന്നും വേണ്ട. അല്ല വേണ്ട, ചൂടായിട്ട് തന്നെ തന്നോളൂ. എല്ലാവർക്കും ചുരുള നിർത്തോ. ഇവർക്കൊക്കെ തൊണ്ട ശരിയല്ല. ക്യാൻസറാ. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. ആരാ കുട്ടിയുടെ കസിൻ? ഞാനാ. ഞങ്ങൾ എല്ലാവരും കസിൻസാ. ഞാനാ. അകത്തേക്ക് വന്നോളൂ. വാടാ. ആ, വരൂ. ചൂടുള്ള ഇംഗ്ലീഷ് കുടി. ആ, വന്നേ. ഒന്ന് നീയല്ലേ മെയിൻ കസിൻ? ഞാനല്ല, ഇവനാണ്. കിടന്ന് കാറാകടാ. എന്റെ ചേട്ടനിങ് എത്തും. എത്തിയാലത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയാവോ? കാറിൽ പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യണേ, പിന്നെ എങ്ങനെ കാറാണ്ടിരിക്കും? ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി. സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കരുനാക്കൊണ്ട് വേണ്ടാത്തൊന്നും വിളമ്പോലെ. എനിക്ക് തോന്നുന്ന താത്തയുടെ കിഴി പോരാ, കീഴൂർ വൈദ്യന്റെ കിഴി തന്നെ വേണം. ശരിയല്ലേ? എല്ലിന്റെ വേദന പോകാനുള്ള മരുന്നും എല്ലാം ഉണ്ടോ ചന്ദ്ര? ഇടി കിട്ടിയപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്നു ശങ്കരോ. താത്തയുടെ കാല് കേട്ടോ. നീ പ്രായമായത് വെറുതെ വിടൂലേടെ. അതല്ലെന്ന്, ആ കാലിന്റെ മസിൽ കണ്ടായിരുന്നു. ആണുങ്ങളുടെ കാല് പോലെ പോലെയൊന്നുമല്ല, ആണിന്റെ കാല് തന്നെയാ. ഞാനിപ്പോ തറപ്പിച്ച് പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രാഡാണ്. താത്ത പെണ്ണല്ല, ആണാണ്, ഉറപ്പാ. ഒന്ന് പോടാ അവിടെ. എന്റെ പൊന്നു ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ആ, ഭയങ്കര ശക്തി. അതെ. എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും അത്തരം കുളിരിന്മേൽ കുളിർക്കൊരും അഴക്. കുളിക്കുമ്പോൾ ഒളിച്ച് നമ്മൾ കാണും. കൊടുകൈ കൊടു